2010 നമ്മുടെ കേരളത്തിലെ കൊച്ചി ടസ്കേഴ്സ് കേരള എന്ന IPL ടീം ആ ഫ്രാഞ്ചൈസിക്ക് ബിഡ് നൽകിയതുമായ വിവാദവും അന്നത്തെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയായ ശശി തരൂറുമായുള്ള വിവാദവുമൊക്കെ ആ സമയത്ത് വലിയ രീതിയിൽ തന്നെ വാർത്താ പ്രാധാന്യം ലഭിച്ചതായിരുന്നു. 2010 ഏപ്രിൽ 16 കൊച്ചി ഫ്രാഞ്ചൈസിയുടെ അതായത് ടസ്കേഴ്സിന്റെ പ്രതിനിധികൾ ലളിത് മോഡി ഫ്രാഞ്ചൈസി ഉപേക്ഷിക്കാൻ ഭീഷണിപ്പെടുത്തിയെന്ന് BCCIയോട് പരാതിപ്പെടുന്നു. ആ വർഷം ഏപ്രിൽ 24 BCCI ലേലത്തിൽ കൃത്രിമം കാണിക്കൽ, സുഹൃത്തുക്കൾക്ക് കരാറുകൾ ഇങ്ങനെ വഴിവിട്ട് നൽകൽ, ഒരു സംപ്രേഷണ കരാറിൽ കൈക്കൂലി സ്വീകരിച്ചു, തൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഫ്രാഞ്ചൈസികളിൽ വിറ്റു, വാതുവയ്പ്, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയുൾപ്പെടെ 22 കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. സസ്പെൻഷന് തൊട്ടു പിന്നാലെയാണ് മോഡി ലണ്ടനിലേക്ക് പറക്കുന്നത്. ഇന്ത്യ വിജയ് മല്യയെ പോലെ പിടികുട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തെ പിന്നീട്. അതിനുശേഷം വിവിധ കാലങ്ങളിലായി നിരവധി വെളിപ്പെടുത്തലുകളും അതുപോലെ തന്നെ തുറന്നു പറച്ചിലുകളും അങ്ങ് ലണ്ടനിൽ വെച്ച് അദ്ദേഹം നടത്തിയിട്ടുണ്ട്, പല പോഡ്കാസ്റ്റുകളിലും വെച്ച്. IPLനിടെയുണ്ടായ വിവാദങ്ങളിൽ പലതും മുൻകൂട്ടി തിരക്കഥ തയ്യാറാക്കിയവയാണെന്നും വ്യൂവർഷിപ്പ് റേറ്റിംഗ് കുറയുമ്പോൾ IPL മാനേജ്മെൻറ്റ് ഇങ്ങനെയുള്ള വിവാദപരമായ വാർത്തകൾ ഉണ്ടാക്കി മാധ്യമങ്ങൾക്ക് നൽകുമായിരുന്നു എന്നുമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട വെളിപ്പെടുത്തൽ. IPL സീസണിനിടെ സൗത്ത് ആഫ്രിക്കയുടെ ക്യാപ്റ്റനായിരുന്ന ഒരു താരം, അതായത് ക്വിൻ്റൻ ഡി കോക്ക്, അതുപോലെ തന്നെ ചിയർ ലീഡറായ ഒരു യുവതിയുമായുള്ള ബന്ധം പുറത്തു വന്നതിന് പിന്നിൽ താനാണെന്നും അത് ടൂർണമെൻറ്റിൻ്റെ റേറ്റിംഗ് ഉയർത്തിയെന്നും ലളിത് മോഡി ഈ ഒരു പോഡ്കാസ്റ്റിൽ വെളിപ്പെടുത്തുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയുടെ ക്യാപ്റ്റനായിരുന്ന ഒരു താരവും ചിയർ ലീഡറുമായി ബന്ധമുണ്ടായിരുന്നു. എനിക്ക് ഇതിനെപ്പറ്റി വിവരം ലഭിച്ചു. ഈ വിവരം ഞാൻ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി. ഞങ്ങൾക്കൊരു വിവാദം ആ സമയത്ത് വേണമായിരുന്നു എന്നാണ് ലളിത് മോഡി ഇതിനെക്കുറിച്ച് പറയുന്നത്. പിന്നീട് ചിയർ ലീഡറെ ആ താരം ക്വിൻ്റൻ ഡി കോക്ക് വിവാഹം ചെയ്തെങ്കിലും അത് തങ്ങളുടെ തിരക്കഥയിൽ ഇല്ലായിരുന്നെന്നും ലളിത് മോഡി ഈ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. വാർത്ത പുറത്തുവിടാൻ മാത്രമായിരുന്നു ഞങ്ങളുടെ തിരക്കഥ, വിവാഹം ഞങ്ങളുടെ പദ്ധതിയേ അല്ലായിരുന്നു. ഇതോടെ എല്ലാവരുടെയും ശ്രദ്ധ വീണ്ടും IPLലേക്ക് തിരിഞ്ഞു, റേറ്റിംഗ് കുതിച്ചുയർന്നു. ഇത്തരം വിവാദങ്ങളിൽ IPLൻ്റെയും റേറ്റിംഗ് കൂട്ടുന്നുണ്ട് എന്നാണ് ലളിത് മോഡി ഈ ഒരു അഭിമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. അതായത് സൗത്ത് ആഫ്രിക്കൻ വിക്കറ്റ് കീപ്പറും ക്യാപ്റ്റനും ഒക്കെയായിരുന്നു ക്വിൻ്റൻ ഡി കോക്കും ചിയർ ഗേളായിരുന്ന സാഷ ഹർലിയും തമ്മിലുള്ള ബന്ധത്തെയാണ് ലളിത് മോഡി ഈ ഒരു രൂപത്തിൽ പേരെങ്ങനെ വെളിപ്പെടുത്താതെ സൂചിപ്പിച്ചത്.